You are watching TV Next. സംസ്ഥാനത്ത് സർവശിക്ഷ കേരള അഭയനും ഗവൺമെൻറ്റും സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിലെ എല്ലാ പ്രീ പ്രൈമറി സ്കൂളുകളും വർണ്ണക്കൂടാരം എന്ന പദ്ധതി നടപ്പാക്കി വരികയാണ്. നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിൽ ആണെങ്കിൽ ഏകദേശം എല്ലാ സ്കൂളുകളിലും അത് പൂർത്തീകരിക്കപ്പെട്ടു. ഇനി 1-2 സ്കൂളിൽ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, കുട്ടികൾ പഠിക്കുന്നത് സാധാരണ അധ്യാപകർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു മെത്തേഡിൽ കൂടിയാണ് ഇതുവരെ കുട്ടികൾ പഠിച്ചിരുന്നത്. പക്ഷെ കുട്ടികൾക്ക് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ വസ്തുക്കളിൽ നിന്ന് പഠിക്കുന്നത് കുറച്ചുകൂടി ഗുണകരമായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾക്ക് ഉൾക്കൊള്ളുന്നതിന് വേണ്ടി കഴിയും. അതാണ് ഈ സ്റ്റാർസ് പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനമെന്ന് മനസ്സിലാക്കുകയാണ്. എന്തായാലും വളരെ ഭംഗിയായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കൂളിലെ HM, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ, പഞ്ചായത്തിൻ്റെ അധികൃതർ, മറ്റ് പ്രിയപ്പെട്ട അധ്യാപകർ, ഈ കാര്യങ്ങളിൽ നിന്ന് എല്ലാവർക്കും ഗവൺമെൻറ്റിന് വേണ്ടി പ്രത്യേകമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നു. പാറശാല BRCയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ആദ്യത്തെ വർണ്ണക്കൂടാരം പദ്ധതിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വർണ്ണക്കൂടാരമാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കളിയിലൂടെയാണ് കാര്യം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഇതിൻ്റെ ശരിക്കുമുള്ള കരിക്കുലം ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കരിക്കുലം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും വർണ്ണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നല്ല ചിത്രപ്പണിയുള്ള മുറികളും ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫർണിച്ചറും കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള കളിയിടങ്ങൾ, അകം കളിയിടം, പുറം കളിയിടം, കുട്ടിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന, സമഗ്ര വികസനത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഈ വർണ്ണക്കൂടാരം എന്ന പദ്ധതി. ഈ പദ്ധതി ഇവിടെ വളരെ യാഥാർത്ഥ്യമായിരിക്കുന്നതിൽ വളരെ സന്തോഷമാണ്. ഈ സ്കൂളിൽ ഈ ഒരു വർണ്ണക്കൂടാരം എന്ന പദ്ധതി ഒരു വലിയ അനുഗ്രഹമായിട്ടും നന്മയായിട്ടും തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പാറശാല BRCയിൽ SSK 9 സ്കൂളുകൾക്ക് വർണ്ണക്കൂടാരം അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രീ പ്രൈമറി സ്കൂളുകളുടെ ശാക്തീകരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊതുവിദ്യാലയങ്ങളിലെ ശാക്തീകരണവും കൂടെ ഇതിൻ്റെ പുറകിലുള്ള ഒരു ലക്ഷ്യമാണ്. അപ്പോൾ 9 സ്കൂളുകളിൽ ഇന്നാണ് ആദ്യത്തെ ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ്, നെല്ലൂർവട്ടം LPGSൽ. അപ്പോൾ അതിൻ്റെ പരിപാടികൾ നടന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ ഈ സ്കൂള് വളരെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സ്കൂളും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികളെ നമ്മൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യവും കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാവരും വളരെ നന്നായി സഹകരിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്കിത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ജില്ലയിൽ നമ്മുടെ ഈ BRCയിലെ ആദ്യത്തെ വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹകരണം, നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പ്രവർത്തകരുടെയും നമ്മുടെ SSK പ്രവർത്തകരും അതുപോലെ ഇവിടുത്തെ അധ്യാപകരും പ്രത്യേകിച്ച് നമ്മുടെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുണ്ട്, അവരുടെ ശില്പശാല തുടങ്ങിയ എല്ലാം നമ്മുടെ ഈ
വർണ്ണക്കൂടാരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പ്രീ പ്രൈമറി വിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു വലിയ പദ്ധതി, ഒരു സ്വപ്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിലുടനീളം ഏകദേശം ഈ വർഷം തന്നെ 137ഓളം വർണ്ണക്കൂടാരങ്ങളാണ് നടപ്പിലാകാൻ പോകുന്നത്. നമ്മുടെ പ്രീ പ്രൈമറി മേഖലയിലുള്ള 3 വയസ്സിനും 6 വയസ്സിനും ഇടയിലുള്ള മുഴുവൻ കുട്ടികളെയും, പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് അവരുടെ സമഗ്ര ശേഷികളും, അത് സർഗാത്മകമായാലും ഭാവനാപരമായാലും ഗണിതപരമായാലും ശാസ്ത്രപരമായാലും ഏതൊക്കെ ശേഷികളാണോ അവർക്ക് വികസിക്കേണ്ടത് അതെല്ലാം വികസിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ സജീവമായ ഇടപെടലുകൾ നടത്തുന്ന 13 ഇടങ്ങളെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ഈ വർണ്ണക്കൂടാരങ്ങൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. നല്ലൂർവട്ടം സ്കൂളിലും ഈ വർണ്ണക്കൂടാരം വന്നതോടുകൂടി നമ്മുടെ പൊതുവിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഇവിടെ എത്തുന്ന മുഴുവൻ കുട്ടികൾക്കും അന്താരാഷ്ട്ര നിലവാരത്തിൽ നമ്മുടെ പ്രവർത്തന ഇടങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പഠിക്കാനാകും എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമാണ്. ഈ നല്ലൂർവട്ടം സ്കൂളിൻ്റെ വർണ്ണക്കൂടാരത്തിന് എല്ലാ ആശംസകളും അറിയിക്കുന്നു. കുട്ടികളുടെ മാനസികാരോഗ്യത്തിനും ശാരീരിക പേശി വികാസത്തിനും ലക്ഷ്യമാക്കിക്കൊണ്ട് സമഗ്ര വികാസം ഉന്നമിട്ടുകൊണ്ട് പ്രത്യേക ഇടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൽ ഭാഷാ ഇടമുണ്ട്, ഗണിത ഇടമുണ്ട്, ഹരിത ഇടമുണ്ട്, നമുക്കിവിടെ കാണാൻ കഴിയും. അകം കളിയിടമുണ്ട്, പുറം കളിയിടമുണ്ട്. ഈ ഹരിത ഇടത്തിൽ കുട്ടികളുടെ പുറം കളിയിടവും ഹരിത ഇടത്തിലും കുട്ടികൾ പ്രകൃതിയുമായി ചേരുകയും പ്രകൃതിയെ തൊട്ടറിയുകയും പ്രകൃതിയുമായി കുട്ടികൾക്ക് അഭേദ്യമായ ബന്ധം നിലനിർത്തുന്നതിനുമാണ് ഈ ഇടം സജ്ജീകരിച്ചിട്ടുള്ളത്. കൂടാതെ അവരുടെ സർഗാത്മക സൗന്ദര്യ വ്യക്തിത്വ വികാസത്തിനും ഉതകുന്ന തരത്തിലാണ് ഇടങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുള്ളത്. ERCയുടെ നമ്മുടെ BPCയുടെയും അതുപോലെ നമ്മുടെ ജില്ലാ തലത്തിലും എല്ലാവരും ഒരു ഒറ്റക്കെട്ടായി, അതായത് ജനപ്രതിനിധികളും അധ്യാപകരും കോർഡിനേറ്ററും രക്ഷിതാക്കളും SMCയും PTA-യും നാട്ടുകാരും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഈ സ്കൂളിൻ്റെ ഒരു സമഗ്ര വികാസം ലക്ഷ്യമിടുന്നത്. ഈ സ്കൂളിൽ ഉടനെ തന്നെ നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാകും. അങ്ങനെ ഒരു ഹൈടെക് വിദ്യാലയമായി പ്ലാമുട്ടുകടയുടെ ഹൃദയഭാഗത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇനിയും ധാരാളം ഡെവലപ്മെൻറ്റ്, അതായത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം നടത്തി കഴിഞ്ഞു. അപ്പോൾ അത് പിന്നാലെ തന്നെ നടക്കുന്നതാണ്. സതീഷ് സാറിന് ഈ നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ പങ്കിടുമ്പോൾ അദ്ദേഹം ഒരു ശില്പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഫർട്ട് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയും സൗന്ദര്യാത്മകതയും ഒക്കെ കളിയാടുന്ന ഒരു ഇടത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികാസനം ലക്ഷ്യമാക്കിക്കൊണ്ട് അവർക്ക് കളിച്ചും രസിച്ചും അനുഭവിച്ചും പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന ഈ വർണ്ണക്കൂടാരം എന്ന സംരംഭം ഏതുകൊണ്ടും കുട്ടികൾക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ്. കുട്ടികളുടെ ഭാഷാപരമായ കഴിവുകൾ, ഗണിതം, അതുപോലെ ശാസ്ത്രം, അവരുടെ സർഗാത്മകത വളർത്തുന്ന കരകൗശല ഇടം, നിർമ്മാണ ഇടം, അങ്ങനെ 13 ഇടങ്ങൾ ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഈ 13 ഇടങ്ങളും കുട്ടികളുടെ വളർച്ചയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും. SMC ചെയർമാനാണ് ശ്രീമതി സരിത VS. അവരുടെ പൂർണ്ണ സഹകരണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ രാജഗോപാൽ സാറ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. പഞ്ചായത്തിൻ്റെയും എല്ലാവരുടെയും സഹകരണവും രക്ഷിതാക്കളുടെയൊക്കെ സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു വിജയമാക്കാൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനിക്കാം. കൊളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 3 വർഷത്തിലേറെ നമുക്ക് 4 സ്കൂളുകളാണ് പ്രീ പ്രൈമറി ഗവൺമെൻറ് സ്കൂളുകളായിട്ടുള്ളത്.
അപ്പോൾ ഇത് നമ്മുടെ 4ാമത്തെ സ്കൂളാണ് ഇന്ന് വർണ്ണക്കൂടാരം സ്വപ്ന സാക്ഷാത്കരിക്കുന്നത്. അപ്പോൾ 4 സ്കൂളുകളും ഏറ്റവും മികച്ച രീതിയിൽ കുട്ടികൾക്ക് ആകർഷണമാകത്തക്ക രീതിയിലുള്ള സംവിധാനത്തോടു കൂടിയ ഈ വർണ്ണക്കൂടാരം ഏറ്റവും കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വളർച്ചയെ മുന്നേറി വരേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിൽ എന്തായാലും ഈ വർണ്ണക്കൂടാരം നൽകിയതിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, സർക്കാരിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. നമസ്കാരം, ഞാൻ സതീഷ് ഭഗവത്, ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. കഴിഞ്ഞ 20 വർഷമായി ഫുൾ ടൈം ആർട്ട് ഇൻഡസ്ട്രിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കലാപരമായിട്ടും മറ്റെല്ലാ രീതിയിലുള്ള ആർട്ട് വർക്കുകൾ ചെയ്തു വരുന്നുണ്ട്. വർണ്ണക്കൂടാരം അതിലൊരു പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷവും ഹൃദയം നിറഞ്ഞ നന്ദിയുമുണ്ട്. അത് സ്കൂളിൻ്റെ SMCയോടും HMനോടും ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ജനപ്രിയനായിട്ടുള്ള വാർഡ് മെമ്പർ ശ്രീ രാജഗോപാൽ സാറിനോടും ഹൃദയം നിറഞ്ഞ രീതിയിൽ നന്ദി പറയുന്നു. വളരെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഈ അവസരം എനിക്ക് തന്ന പാറശാല BRCയോടാണ്. പാറശാലയുടെ BRCയുടെ PPC ആയിട്ടുള്ള പ്രിയപ്പെട്ട പത്മജ മേഡത്തിനോടും, അതുപോലെ തന്നെ CRCയുടെ കോർഡിനേറ്ററായിട്ടുള്ള പ്രിയപ്പെട്ട പ്രിയ മേഡം, BRCയുടെ ഓരോ അംഗങ്ങളോടും, എസ്പെഷ്യലി വിദ്യാഭ്യാസ വകുപ്പിലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി സാറിനോടും കേരള സർക്കാരിനോടും ഈ പദ്ധതി ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. വർണ്ണക്കൂടാരം പദ്ധതി ശരിക്കും പറഞ്ഞാൽ സ്കൂളുകൾക്ക് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു വിലയിരുത്തൽ, ഒരു 10 ലക്ഷം രൂപയുടെ അകത്ത് വരുന്ന ഈ പ്രോജക്റ്റ് ആ 10 ലക്ഷം രൂപയുടെ അകത്ത് നിർത്തിക്കൊണ്ട് 13 ഇടങ്ങളെ സ്കൂളിന് അനുയോജ്യമായിട്ട് കരിക്കുലത്തിൽ പറയുന്നത് പോലെ ചെയ്ത് തീർക്കുക എന്നത് ഒരു നല്ല ക്രിയേറ്റീവ് ചലഞ്ചാണ്. അപ്പോൾ നല്ലൂർവട്ടം സ്കൂളിലെ ഈ പ്രോജക്റ്റ് നന്നായി ചെയ്യാനായിട്ട് സാധിച്ചതിൽ എനിക്ക് മതിയായ സന്തോഷമുണ്ട്. എല്ലാ സ്കൂളുകൾക്കും ഇത്തരത്തിൽ ചെയ്യുന്നത് ഒരു വലിയ വിജയകരമായി വരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. SSKയുടെ ഈ പ്രോജക്റ്റ് തീർച്ചയായിട്ടും കേരളത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. വിദ്യാഭ്യാസ വകുപ്പിനോട് പ്രത്യേകം നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.